ഓൺഹോ യാങ്ങിനെ അന്വേഷിച്ച് എയർപോർട്ടിലേക്ക് എത്തി അവിടെ വെച്ച് യാങ്ങിനെയും കാണുന്നു. ഞാൻ ഒരിക്കലും ടെക്നോളജി ലീക്ക് ചെയ്യുവാനായിട്ട് ശ്രമിച്ചിട്ടില്ല. അങ്ങനെ ചെയ്യണമായിരുന്നെങ്കിൽ എനിക്ക് നേരത്തെ തന്നെ ചെയ്യാമായിരുന്നു. പിന്നെ പുതിയതായിട്ട് തന്നിട്ടുണ്ടായിരുന്ന പ്രൊജക്ട് അതിൽ എന്റെ യാതൊരു വിധത്തിലുള്ള ആവശ്യവും ഞാൻ കണ്ടില്ല. നമ്മുടെ കമ്പനിക്ക് ഞാൻ മറ്റൊരു കമ്പനിയിലേക്ക് പോകുന്നത് താല്പര്യമില്ലാത്തത് കൊണ്ട് മാത്രം എന്നെ ഒരു പ്രൊജക്ട് ഏൽപ്പിച്ചു എന്നേ ഉള്ളൂ. അല്ലാതെ അതിൽ എനിക്കൊന്നും തന്നെ ചെയ്യുവാൻ കൂടി ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ മറ്റൊരു കമ്പനിക്ക് വേണ്ടി വർക്ക് ചെയ്യാമെന്നൊക്കെ തീരുമാനിച്ചത് പോലും. പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്ന സിറ്റുവേഷനിൽ മാത്രമാണ് നമ്മുടെ കമ്പനിക്ക് എന്നെ ആവശ്യമായിട്ടൊക്കെ ഉള്ളത്. അതുകൊണ്ട് തന്നെ അങ്ങനത്തെ രീതിക്ക് വർക്ക് ചെയ്യുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്റെ മകന് പോലും ഇപ്പോൾ എന്നെക്കുറിച്ച് എന്തായിരിക്കും വിചാരിക്കുന്നുണ്ടാവുക എന്നൊക്കെ എനിക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. പിന്നെ കൊറിയയിൽ വന്ന് ഇനിയും വർക്ക് ചെയ്യണമെന്ന് എനിക്ക് യാതൊരു വിധത്തിലുള്ള ആഗ്രഹവുമില്ല. അതുകൊണ്ട് തന്നെയാണ് ചൈനീസ് കമ്പനിയിലേക്കൊക്കെ ഞാൻ പോകുന്നത് പോലും. നിനക്കോ നമ്മുടെ കമ്പനിക്കോ ദോഷം വരുന്ന രീതിക്കുള്ള ഒരു കാര്യങ്ങളും ഞാൻ ചെയ്തിട്ടില്ല. പിന്നെ നീയും ഒരുപാട് കഷ്ടപ്പെടേണ്ട കാര്യമൊന്നും തന്നെയില്ല. കമ്പനിക്ക് നമ്മൾ വെറും ഒരു വേസ്റ്റ് മാത്രമാണെന്നൊക്കെ ആയിരുന്നു യാങ്ങും പറഞ്ഞത്. നമ്മുടെ ഉപയോഗമൊക്കെ കഴിയുമ്പോഴത്തേക്കും കമ്പനിയും നമ്മളെ ദൂരേക്ക് വലിച്ചെറിയുന്നതായിരിക്കും. പിന്നെ നമുക്ക് പകരമായിട്ട് മറ്റൊരാളെ കിട്ടുവാൻ അത്രയ്ക്ക് ബുദ്ധിമുട്ടൊന്നും അവർക്ക് ഉണ്ടാവുകയില്ലല്ലോ എന്നൊക്കെ യാങ് പറഞ്ഞതിനെ കുറിച്ചും ഇപ്പോൾ ഉൺഹോ ഓർത്തൊക്കെ നോക്കുന്നു. കമ്പനിയുടെ ഡേറ്റാസ് ഒക്കെ ചോർത്തുന്നതിൽ ഉൺഹോയ്ക്ക് പങ്കുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കമ്പനിയിൽ ഉണ്ടായിരുന്ന ഉൺഹോയുടെ എല്ലാ സാധനങ്ങളും എടുത്തുകൊണ്ടൊക്കെ പോവുകയാണ് ഇൻവെസ്റ്റിഗേഷൻ ടീമും കിമ്മും. ഈ ഒരു കാര്യങ്ങളെല്ലാം തന്നെ ഉൺഹോനെ വിളിച്ചറിയിക്കുന്നു. സോങ് മനഃപൂർവ്വമായിട്ട് ഉൺഹോനെ കമ്പനിയിൽ നിന്നും പറഞ്ഞു വിടുവാനായിട്ട് കളിച്ചൊരു കളിയാണ് ഇതെന്ന് കിമ്മിന് വരെ മനസ്സിലായിട്ടുണ്ടായിരുന്നു. ഇവിടെ എന്താണ് ശരിക്കും സംഭവിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സോങ്ങിന് ഉൺഹോനെ ഇഷ്ടമില്ലാത്തത് കൊണ്ട് തന്നെ അവനെ കമ്പനിയിൽ നിന്ന് പറഞ്ഞു വിടുവാനായിട്ടായിരുന്നു ആദ്യം മുതലേ സോങ് ശ്രമിച്ചിട്ടുണ്ടായിരുന്നത്. ആദ്യമാകട്ടെ ഓൺഹോയ്ക്ക് അങ്ങനെ കമ്പനിയിൽ പിടിച്ചു നിർത്തുവാനായിട്ട് സാധിക്കുകയില്ല എന്നായിരുന്നു സോങ് വിചാരിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും യാങ് കമ്പനിയിൽ തന്നെ നിൽക്കാമെന്നൊക്കെ തീരുമാനിച്ചത് കൊണ്ട് തന്നെ ഒരു പ്രാധാന്യവുമില്ലാത്ത ഒരു പ്രൊജക്റ്റ് ആയിരുന്നു യാങ്ങിനെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നത്. സോ തനിക്കൊരു സ്കോപ്പും ഇല്ല എന്ന് മനസ്സിലായത് കൊണ്ടാണ് കമ്പനിയൊക്കെ വിട്ടു പോകാമെന്ന് പോലെ യാങ് തീരുമാനിച്ചതും. സോ ഇപ്പോൾ യാങ് കമ്പനി വിട്ട് പോയത് കൊണ്ട് തന്നെ യാങ്ങിന്റെ പേരിൽ ഒരുപാട് കുറ്റമൊക്കെ ആരോപിച്ചിട്ട്, അതായത് യാങ് ചെയ്ത കുറ്റം അല്ലെങ്കിൽ പോലും അതൊക്കെ ആരോപിച്ചിട്ട് അതിന്റെ പേരിൽ ഓൺഹോയ്ക്കും പങ്കുണ്ട് എന്ന് പറഞ്ഞ് അവനെ കമ്പനിയിൽ നിന്ന് പിരിച്ചുവിടുവാനായിട്ടുള്ള ഒരു കളിയാണ് ഇതെല്ലാം തന്നെ. ഇപ്പോൾ ഡേറ്റാസ് ഒക്കെ ലീക്ക് ചെയ്തു എന്ന് പറഞ്ഞിട്ട് അതിന്റെ പേരിൽ ഓൺഹോനെ കമ്പനിയിൽ നിന്ന് പിരിച്ചുവിട്ടിരിക്കുന്നു. ജിയോണ് നിലവിൽ സെക്രട്ടറി ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ എന്തിനും ഏതിനും മിയയെ വിളിച്ചാണ് ശല്യം ചെയ്യുന്നത്. മിയയ്ക്ക് ഓൾറെഡി ചെയ്യുവാൻ ഒരുപാട് ഡ്യൂട്ടീസ് ഒക്കെ ഉണ്ടെങ്കിൽ പോലും അതൊന്നും തന്നെ ചെയ്യുവാൻ സമ്മതിക്കാതെ ജിയോന്റെ പിറകെ നടത്തുകയാണ് അവളും. ഒന്ന് മര്യാദയ്ക്ക് ടോയ്ലറ്റിൽ പോകുവാൻ പോലും മിയയെ ജൂൺ സമ്മതിക്കുന്നില്ല. ഒരു പാട്ടൊക്കെ കേട്ട് കോഫി കുടിച്ചുകൊണ്ടൊക്കെ മിയയെ നിൽക്കുമ്പോഴത്തേക്കും തന്റെ ഫോൺ കാണുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ജിയോണും അവളെ കൂട്ടിക്കൊണ്ടൊക്കെ പോവുകയാണ്. പിന്നീട് റൂമിലേക്ക് എത്തിയതിനു ശേഷം ജിയോന്റെ ഫോണിലേക്ക് കോളൊക്കെ ചെയ്ത് നോക്കി കഴിയുമ്പോഴത്തേക്കും വേസ്റ്റ് ഒക്കെ ഇടുന്ന കൂട്ടത്തില് കിടക്കുന്ന ഫോണൊക്കെ മിയയും കണ്ടെത്തുന്നു. പിന്നീട് ധൃതിയിൽ ഒരു മീറ്റിങ്ങിനൊക്കെ പോവുകയാണെന്ന് പറഞ്ഞുകൊണ്ട് ജിയോൺ അവിടെ നിന്നും ഇറങ്ങി പോകുമ്പോഴത്തേക്കും ആ റൂം മൊത്തത്തിൽ കുളമൊക്കെ ആക്കിയിട്ടായിരുന്നു അവളും പോയിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇതൊക്കെ ക്ലീൻ ചെയ്തിട്ട് താൻ എപ്പോൾ വീട്ടിൽ പോകുവാനാണെന്നൊക്കെ വിചാരിച്ചുകൊണ്ട് മിയയും ഹെൽപ്പിന് വേണ്ടിയിട്ട് ആൾക്കാരെ വിളിക്കുന്നുണ്ടെങ്കിൽ പോലും അത് വലിയൊരു പണിയാണെന്ന് മനസ്സിലാക്കുന്ന എല്ലാവരും തന്നെ നൈസായിട്ട് എസ്കേപ്പ് ആകുന്നു. എന്തായാലും റൂമൊക്കെ വൃത്തിയാക്കി എല്ലാ കാര്യങ്ങളും ചെയ്ത് തീർത്തതിന് ശേഷം പോകുവാനായിട്ടൊക്കെ മിയ ഇറങ്ങുമ്പോഴത്തേക്കുമായിരുന്നു കുറച്ച് ഫയൽസ് ഒക്കെ നോക്കുവാനുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ജിയോണും ഓഫീസിലേക്ക് തിരികെ എത്തുന്നത്. പക്ഷെ അപ്പോൾ തന്നെ ഒരുപാട് രാത്രിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവളോട് മര്യാദയ്ക്ക് പോയി ഉറങ്ങുവാനായിട്ടൊക്കെ പറഞ്ഞതിന് ശേഷം മിയായി പോകുവാനായിട്ട് തുടങ്ങുമ്പോഴത്തേക്കുമാണ് ജിയോണും തലകറങ്ങി ഓഫീസിനുള്ളിൽ വീണിരിക്കുന്നതൊക്കെ അവളും കാണുന്നത്. ജിയോൺ ഹോസ്പിറ്റലിലാണെന്നൊക്കെ അറിഞ്ഞിട്ട് ചങ്ഹൂഡും ഹോസ്പിറ്റലിലേക്ക് എത്തി കഴിയുമ്പോഴത്തേക്കും അവിടെ കണ്ടിട്ടുണ്ടായിരുന്നത് മിയേനെയാണ്. മാത്രമല്ല ജിയോണും തനിക്ക് ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല എന്ന രീതിക്കൊക്കെ എണീറ്റൊക്കെ നടക്കുന്നുമുണ്ടായിരുന്നു. ഇനി ഡോക്ടർ വന്നിട്ട് അവളുടെ അടുത്ത് പറയുന്നത് അവൾ ബ്രെയിനിന് പറ്റുന്നതിനേക്കാളും കൂടുതലായിട്ടൊക്കെ ഓവറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് കൊണ്ട് തന്നെ ബ്രെയിൻ സ്വന്തമായിട്ട് തന്നെ അതിന്റെ ഓണറിന്റെ അടുത്ത് വർക്കൊക്കെ നിർത്തുവാനായിട്ട് പറയുന്നതിന്റെ ഒരു സൂചനയാണ് ഇതേ എന്നാണ്. സ്ട്രെസ് ഒക്കെ വളരെയധികം കൂടിയത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ചില സിംറ്റംസ് ഒക്കെ കാണാറുണ്ടെന്ന് പറഞ്ഞിട്ട് അതിന്റെ സിംറ്റംസ് ആയിട്ട് ഡോക്ടർ പറയുന്നത് ആൾക്കാരുടെ പേരൊക്കെ കൺഫ്യൂസ്ഡ് ആയി പോവുക, ഡെയിലി ചെയ്യുന്ന കാര്യങ്ങൾ പോലും മറന്നു പോവുക, മനസ്സിൽ പോലും വിചാരിക്കാത്ത കാര്യങ്ങൾ പറയുക എന്നിവയൊക്കെയാണ്. മാത്രല്ല ഇങ്ങനത്തെ ആൾക്കാർക്ക് ഉറക്കം പോലും ശരിക്കും വരാതേക്ക് ഇരിക്കുമെന്ന് ഡോക്ടർ പറയുമ്പോഴത്തേക്കും അവളും ഒരു അസുഖക്കാരിയാണെന്നുള്ള സത്യം അവരും മനസ്സിലാക്കുന്നു. മിയയുടെ ഹസ്ബൻഡ് ഒരു ബുക്ക് സ്റ്റോർ ഒക്കെയാണ് നടത്തുന്നത്. പണ്ട് മുതലേ ജിയോൺ എന്തെങ്കിലും സ്ട്രെസ്സോ മറ്റോ വരികയാണെങ്കിൽ ബുക്കൊക്കെ വായിക്കാറാണ് പതിവ്. ഇപ്പോൾ മിയയുടെ ഹസ്ബൻഡ് ബുക്ക് സ്റ്റോറിലിരുന്ന് അവളും ബുക്കൊക്കെ വായിക്കുന്നു. ജിയോൺ ഒരു സെക്രട്ടറി ഇല്ലാത്തതാണ് ഏറ്റവും വലിയ പ്രശ്നം. അവൾക്കൊരു സെക്രട്ടറിക്ക് ആയി കഴിയുകയാണെങ്കിൽ അവളുടെ പ്രശ്നങ്ങളൊക്കെ ഇല്ലാതാക്കുന്നതായിരിക്കും. പക്ഷെ നമുക്കും അത്രത്തോളം വിശ്വസിക്കുവാനായിട്ട് സാധിക്കുന്ന ഒരു വ്യക്തിനെയൊക്കെ വേണമല്ലോ സെക്രട്ടറി ആക്കുവാൻ. അതുകൊണ്ട് തന്നെ ഇതുവരെയായിട്ടും ഒരാളെ പോലും ഞാൻ തീരുമാനിച്ചിട്ടില്ല എന്നൊക്കെ മിയയും ഹസ്ബൻഡിന്റെ അടുത്ത് പറയുന്നു.
ഇന്ന് രാത്രി എൻ്റെ ഒരു ഫ്രണ്ട് ഞങ്ങളെ രണ്ടുപേരെയും ഡിന്നറിന് വേണ്ടിയിട്ട് അവരുടെ വീട്ടിലേക്കൊക്കെ വിളിച്ചിട്ടുണ്ട്. നീ ഫ്രീ ആണെങ്കിൽ നീയും ഞങ്ങളുടെ കൂടെ വാ. നമുക്കെല്ലാവർക്കും കൂടി ഒന്നിച്ച് പോയിട്ട് ഫുഡൊക്കെ കഴിച്ച് എൻജോയ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നിന്റെ മൂഡ് മാറുന്നതായിരിക്കുമെന്നൊക്കെ മിയയുടെ ഹസ്ബൻഡ് ജിയോന്റെ അടുത്ത് പറയുന്നുണ്ടെങ്കിൽ പോലും ജിയോണും വരുവാനായിട്ട് താല്പര്യമില്ല എന്നൊക്കെ പറഞ്ഞു പോകുന്നു. പിറ്റേ ദിവസം രാവിലെ ഓഫീസിലേക്ക് പോകുവാനായിട്ട് ലിഫ്റ്റിൽ കയറിയതായിരുന്നു ജിയോണും. അതേ ലിഫ്റ്റിൽ തന്നെ ആയിരുന്നു ഓൺഹോയും നിന്നിട്ടുള്ളത്. ജിയോണിനെ കാണുന്ന ഓൺഹോയും ഒളിച്ചൊക്കെ നിൽക്കുന്നു. ജിയോൺ ഇടയ്ക്കിടയ്ക്ക് അത് ആരാണെന്ന് അറിയുവാനായിട്ട് ഉൻഹോയുടെ മുഖത്തേക്കൊക്കെ നോക്കുന്നുണ്ടെങ്കിലും ഉൻഹോ തിരിഞ്ഞു നിൽക്കുകയായിരുന്നു. പിന്നീട് കുറച്ചു നേരമൊക്കെ കഴിയുമ്പോഴത്തേക്കും ഉൻഹോയിനെ അവളും കാണിക്കുകയാണ്. ഉൻഹോനെ കണ്ട ഉടനെ തന്നെ അവളും അവനെ തിരിച്ചറിയുന്നൊക്കെയുണ്ട്. പിന്നീട് അവൾ ഇറങ്ങിയ അതേ ഫ്ലോറിൽ തന്നെ ആയിരുന്നു അവനും ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. മാത്രമല്ല അവളും ഓഫീസിലേക്കൊക്കെ എത്തി കഴിയുമ്പോഴത്തേക്കും അവളുടെ പിന്നാലെ വന്നിട്ടുണ്ടായിരുന്ന ഉൻഹോയിനെ മിയയും പരിചയപ്പെടുത്തിയൊക്കെ കൊടുക്കുന്നു. ഇതാണ് ജിയോൺ, ഇവളാണ് ഞങ്ങളുടെ കമ്പനിയുടെ സിഇഒ എന്ന് പറഞ്ഞതിന് ശേഷം ഇതാണ് ഉൻഹോ, ഇനി മുതൽ ഇവനായിരിക്കും നിന്റെ സെക്രട്ടറി എന്ന് കൂടി ജിയോന്റെ അടുത്ത് മിയയും പറയുന്നു. ആ ഒരു സീനോട് കൂടിയാണ് ഇതിന്റെ ഫസ്റ്റ് എപ്പിസോഡ് അവസാനിക്കുന്നത്. ലവ് സ്കൗട്ടിന്റെ സെക്കൻഡ് എപ്പിസോഡൊക്കെ തുടങ്ങുമ്പോഴത്തേക്കും ഉൻഹോ ബ്യോളിനെയും കൂട്ടിക്കൊണ്ട് ഒരു ഡോക്ടറിനെയൊക്കെ കാണുവാനായിട്ട് എത്തിയിരിക്കുകയാണ്. നേരത്തെ ബ്യോൾ വളരെയധികം ഡിപ്രസ്ഡ് ആയിരുന്നെങ്കിൽ പോലും ഇപ്പോൾ അവൾ ഓക്കെ ആയിരിക്കുന്നു. ഓരോ വർഷത്തോളം ബ്യോളിന്റെ കൂടെ തന്നെ ഉൻഹോ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഇപ്പോൾ അവൾ വളരെയധികം ആക്റ്റീവ് ഒക്കെ ആയിട്ടുണ്ട്. അങ്ങനെ ഇരിക്കെ അവൾ പുതിയതായിട്ട് വരച്ചിട്ടുണ്ടായിരുന്ന ചിത്രങ്ങളൊക്കെ ഡോക്ടറും ഉൻഹോനെ കാണിച്ചൊക്കെ കൊടുക്കുന്നു. ഇപ്പോൾ അവളും വരയ്ക്കുന്ന ചിത്രങ്ങളെല്ലാം തന്നെ വളരെയധികം കളർഫുൾ ആയിട്ടുള്ളതും അതുപോലെ തന്നെ ഉൻഹോനെ കൂടി ചേർത്തിട്ടുള്ളതുമാണ്. സോ അതൊക്കെ കണ്ട് അവനും ആകെ ഹാപ്പി ആകുന്നു. അങ്ങനെ അവരും ഇപ്പോൾ നേരെ ബുക്ക് സ്റ്റോറിലേക്കൊക്കെ പോയിരിക്കുകയാണ്. നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്ന മിയയുടെ ഹസ്ബൻഡ് ഉണ്ടല്ലോ, ആ ഒരു ഹസ്ബൻഡിന്റെ ഫ്രണ്ടാണ് നമ്മുടെ ഉൻഹോ. ഇനി മുതൽ തെറാപ്പിക്ക് വേണ്ടിയിട്ട് എനിക്ക് പോകേണ്ടതായിട്ട് വരികയില്ല എന്നൊക്കെ മിയയുടെ ഹസ്ബൻഡിന്റെ അടുത്ത് ബ്യോൾ പറയുമ്പോഴത്തേക്കും, എന്നാൽ അതൊന്ന് ആഘോഷിക്കേണ്ട കാര്യം തന്നെയാണല്ലോ, നിനക്ക് ഇവിടെയുള്ള ഏത് ബുക്ക് വേണമെങ്കിലും എടുക്കാമെന്നൊക്കെ പുള്ളിയും അവളുടെ അടുത്തൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ബ്യോളും ഒരുപാട് ബുക്കൊക്കെ എടുത്തോണ്ട് വരുന്നു. മാത്രമല്ല ഇന്ന് രാത്രി ഞങ്ങളുടെ വീട്ടിലൊക്കെ വന്ന് ഡിന്നർ കഴിക്കുകയെന്ന് അയാളുടെ അടുത്ത് പറയുന്നുമുണ്ട്. ഓൺഹോനെ കുറിച്ചൊക്കെ ഇപ്പോൾ ഹസ്ബൻഡും മിയയുടെ അടുത്തൊക്കെ പറഞ്ഞു കൊടുക്കുന്നു. അവന് ഒരു കുട്ടിയൊക്കെ ഉണ്ട്. അവൻ ഡിവോഴ്സ്ഡ് ആയിട്ട് വർഷങ്ങളായിട്ടുണ്ട്. മാത്രമല്ല കുട്ടീനെ ഒറ്റയ്ക്കൊക്കെയാണ് അവൻ നോക്കുന്നതും. പക്ഷെ ഇപ്പോൾ അവന് ജോലിയൊക്കെ പോയിട്ടുണ്ട്. സോ നിങ്ങളുടെ കമ്പനിയിൽ എന്തെങ്കിലും വേക്കൻസി ഉണ്ടോ എന്നൊക്കെയാണ് ഹസ്ബൻഡ് ചോദിക്കുന്നതെങ്കിൽ പോലും നിലവിൽ ഒരു രീതിക്കുള്ള വേക്കൻസിയും ഇല്ല എന്നൊക്കെ മിയയും അറിയിക്കുന്നു. നേരത്തെ ജിയോന്റെ അടുത്തും തന്റെ ഒരു ഫ്രണ്ട് ഡിന്നറിന് വേണ്ടി ക്ഷണിച്ചിട്ടുണ്ടെന്നൊക്കെ മിയയുടെ ഹസ്ബൻഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ആ ഒരു ഫ്രണ്ടും ഇതേ ഉൺഹോ തന്നെയാണ്. ജിയോൺ ഉൺഹോനെ ഒന്ന് പരിചയപ്പെടുകയൊക്കെ ആണെങ്കിൽ അതുവഴി എന്തെങ്കിലും ജോലി സാധ്യത ഉണ്ടോ എന്നൊക്കെ അറിയുവാനായിട്ട് കൂടി ആയിരുന്നു ഹസ്ബൻഡ് ശ്രമിച്ചിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഹസ്ബൻഡിന് ഉൺഹോയുടെ അടുത്ത് അത്രത്തോളം സോഫ്റ്റ് കോർണർ ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഉൺഹോയുടെ ജോലിനെ കുറിച്ച് ഒന്നും കൂടി ഒന്ന് അന്വേഷിക്കാമെന്നൊക്കെ മിയയും പറയുന്നുണ്ട്. ഡിന്നർ പാർട്ടിയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഉൺഹോയാണ് ഫുൾ കുക്കിങ്ങും ഏറ്റെടുത്തിട്ടുള്ളത്. മാത്രമല്ല ബ്യോളും അവന്റെ കൂടെയൊക്കെ കൂടുന്നുണ്ട്. മിയയും ഹസ്ബൻഡും കൂടി ഉൺഹോയുടെ വീട്ടിലൊക്കെ എത്തി കഴിയുമ്പോഴത്തേക്കും അവർക്ക് കഴിക്കാനായിട്ട് ഒരുപാട് ഫുഡൊക്കെ അവനും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ കഴിക്കുവാനായിട്ട് ഇരിക്കുന്നതിന് മുമ്പാണ് മിയയ്ക്കും ഒരു കോളൊക്കെ വരുന്നത്. ജിയോണ് സെക്രട്ടറിനൊക്കെ വേണമല്ലോ. സോ ഏതൊക്കെ രീതിക്കുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന വ്യക്തി ആയിരിക്കണം അതേ എന്നൊക്കെ മിയയുടെ അടുത്ത് കോൾ ചെയ്യുന്ന ആള് ചോദിക്കുമ്പോഴത്തേക്കും ഒരു കുറ്റം പോലും കണ്ടുപിടിക്കുവാൻ സാധിക്കാത്ത രീതിക്ക് അത്രത്തോളം കാര്യങ്ങളൊക്കെ ഓർഗനൈസ് ചെയ്യുന്ന ഒരു വ്യക്തി ആയിരിക്കണം. അത് പറയുമ്പോഴത്തേക്കുമാണ് മിയയും ഉൺഹോയുടെ റൂമൊക്കെ ഒന്ന് കാണുന്നത്. സോ അവളും ചുറ്റുമുള്ള എല്ലാ സാധനങ്ങളും ചെക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇതുപോലെ ഓർഗനൈസ് ചെയ്യുവാനായിട്ട് സാധിക്കുന്ന ഒരു വ്യക്തിയാണ് ഉൺഹോ എന്നൊക്കെ അവളും മനസ്സിലാക്കുന്നു. കൃത്യമായി കാര്യങ്ങളൊക്കെ ഷെഡ്യൂൾ ചെയ്ത് വെക്കുവാൻ സാധിക്കുന്ന ഒരു വ്യക്തി ആയിരിക്കണമെന്നൊക്കെ അവൾ പറഞ്ഞിട്ട് അവിടെ ഉണ്ടായിരുന്ന ഭിത്തിയിലൊക്കെ നോക്കുമ്പോഴത്തേക്കും കൃത്യമായി തന്നെ ഉൺഹോ ഓരോരോ കാര്യങ്ങളൊക്കെ ഷെഡ്യൂൾ ചെയ്ത് എഴുതി വെച്ചിട്ടുള്ളതൊക്കെ അവളും കാണുന്നു. പിന്നെ ജിയോണും എല്ലാം കുളമാക്കുന്ന കൂട്ടത്തിലാണല്ലോ. സോ അവൾ അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് അതൊക്കെ കൃത്യമായിട്ട് ഹാൻഡിൽ ചെയ്യുവാൻ സാധിക്കുന്ന ഒരു വ്യക്തി കൂടി ആയിരിക്കണം അതേ എന്നൊക്കെ അവൾ പറയുമ്പോഴത്തേക്കും വിയോളും കുറച്ച് ജ്യൂസൊക്കെ എടുത്തുകൊണ്ട് നടന്നു വരുന്നു. പക്ഷെ അവൾ വീഴുവാനായിട്ടൊക്കെ തുടങ്ങുമ്പോഴത്തേക്കും അവൾ വീഴാതെ പിടിക്കുകയും അതുപോലെ തന്നെ ആ ഒരു ജ്യൂസൊക്കെ വളരെയധികം വൃത്തിയിൽ തുടച്ചു വെക്കുകയും ചെയ്യുന്ന ഉൺഹോനൊക്കെ കാണുമ്പോഴത്തേക്കും അവനെ സെക്രട്ടറിക്ക് ആക്കിയാലോ എന്ന തോന്നലിലൊക്കെ മിയയും നിൽക്കുന്നു. ഇനി HR ഡിപ്പാർട്ട്മെന്റിൽ എക്സ്പീരിയൻസ് കൂടി ആവശ്യമായിട്ടുണ്ട്. സോ ഉൺഹോയുടെ റെസ്യൂമൊക്കെ എടുത്ത് നോക്കുമ്പോഴത്തേക്കും അവനും HR ഡിപ്പാർട്ട്മെന്റിലായിരുന്നു വർക്ക് ചെയ്തിട്ടുള്ളതെന്ന സത്യമൊക്കെ അവളും മനസ്സിലാക്കുന്നു. താൻ ഇത്രയും കാലം തപ്പിക്കൊണ്ട് നടന്ന സെക്രട്ടറിയാണ് തന്റെ കൺമുമ്പിൽ നിൽക്കുന്നതെന്നൊക്കെ മനസ്സിലാക്കിയിട്ട് നേരിട്ട് അവനെ റിക്രൂട്ട് ചെയ്തിട്ടാണ് ഇപ്പോൾ ഓഫീസിലേക്കൊക്കെ അവനെ കൂട്ടിക്കൊണ്ട് മിയയും എത്തിയിട്ടുള്ളത്. ആ ഒരു സീനോട് കൂടി ഈ ഒരു വീഡിയോ അവസാനിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് ഇത്രയും കാണാം. ബൈ.